കാന്തല്ലൂരിന്റെ വളരെ പ്രത്യേകതയുള്ള വെളുത്തുള്ളിയാണ്. ഒരേ പാഷൻ ഫ്രൂട്ട് 3 രുചിയിൽ തന്നു. നല്ല ഏറെ മധുരമുള്ള ഒരു പാഷൻ ഫ്രൂട്ടാണ്. നൂൽക്കോൽ എന്നാണ് ഇവിടെ പേര്. വേറെ എന്തെങ്കിലും? ഹലോ, എല്ലാവർക്കും AB പോസിറ്റീവിലേക്ക് സ്വാഗതം. ഇവിടെ കാന്തല്ലൂരാണുള്ളത്. കാന്തല്ലൂർ വഴിയോരത്ത് പ്രിയപ്പെട്ട ശിവകുമാർ എന്ന കർഷകൻ്റെ ഒരു കൃഷിയിടവും അതിനോട് ചേർന്ന് അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്ന ഒരു സ്റ്റോളും ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടൊന്ന് ഇറങ്ങിയതാണ്. അത് വളരെ നല്ലൊരു അനുഭവമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിനെയും ഷോപ്പിനെയും പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ ബോർഡുണ്ട്. ഈ താഴെ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ കൃഷി ഭൂമി. അവിടെ നിന്ന് നേരെ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ, കാർഷികോൽപ്പന്നങ്ങൾ ഈ വിൻഡോയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇത് തരാം, ഇത് കഴിച്ചിട്ട് പകുതി സാറിന് കൊടുക്കാം. ഇത് പുതിയതും ഇത് പഴയതും രണ്ടിനുള്ളിട്ട് 100% ഇല്ല. ഇത് സാറിന് പകുതി കൊടുക്കുക. കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ എന്ന് സാറ് കഴിച്ചിട്ട് പറയണം. ഇത് രണ്ട് തരമാണോ? ഇത് ഇല്ല, ഒരേ തരമാണ്. ഇത് തന്നെയാണ് ഫ്രഷ് ആയതിന്റെ കുറച്ച് വാടിയതിന്റെ ടേസ്റ്റ് വ്യത്യാസം. വെള്ളം എടുത്തിട്ട് ഒരാഴ്ചയായിരുന്നു ഇത്. അതിന്റെ രുചി മഞ്ജു നോക്ക്. ഇനി ഫ്രഷ് ആയിട്ടുള്ളത് ഇതിങ്ങനെ ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുന്ന പറഞ്ഞാൽ ഞാനിത് കഴിച്ചോളാം. നല്ല വ്യത്യാസമുണ്ട്. ഫ്രഷ് ആണ്, നല്ല വ്യത്യാസമുണ്ട്. ഏതാണ് ടേസ്റ്റ്? ഇത് എനിക്ക് പക്ഷേ ഇതാ ടേസ്റ്റ് ആയിട്ട് തോന്നിയത്, ഫ്രഷ് ആയിട്ടുള്ളത്. പക്ഷെ അതിന് വേറൊരു രുചിയുണ്ട്. ഇതാണ് ഫ്രഷ് ആയിട്ട് തോന്നിയത്. അത് കഴിക്കണമെങ്കിൽ എങ്ങനെ കഴിക്കണമെന്ന് അറിയാമോ സാറേ? ജ്യൂസ് കഴിക്കുന്നില്ലേ, അതുപോലെ കഴിക്കണം. ഇത് ഞാൻ കാണിച്ചു തരാം. വെള്ളം ഒഴിച്ചു അല്ലേ? ഇതൊക്കെ സ്പൂൺ കൊണ്ട് കോരി എടുത്ത് കഴിക്കണം, പഠിച്ചെടുത്തല്ല. ഇത് ഇത്തിരി വാടിപ്പോയി. ഞാനത് പൊട്ടിക്കാൻ പറ്റുമോ നോക്കട്ടെ. എല്ലാം മഴയില്ലാതെ പോയി സാറേ. മഴയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത് ഒറ്റ കച്ചവടം മതി. അതെ, ഫാഷനോട്ട് ഒറ്റ കച്ചവടം മതി. നമുക്ക് കഴിക്കാൻ നിർക്കാം. പക്ഷെ വലിച്ചെടുത്തോ, സ്ട്രോയിൽ വലിക്കുന്ന പോലെ വലിച്ചെടുത്തോ. ഒരേ സാധനം തടി ഞെക്കി കൊടുത്തോ, അപ്പൊ അത് അങ്ങോട്ടേക്ക് തള്ളി വരും. എങ്ങനെയുണ്ട്? ഇവൻ പാഷൻ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാ. സാധനം ഒന്നാ, പക്ഷെ തന്നത് മൂന്ന് രുചിയിൽ തന്നു. ഒരേ പാഷൻ ഫ്രൂട്ട് 3 രുചിയിൽ തന്നു. കാന്തല്ലൂരിന്റെ വളരെ പ്രത്യേകതയുള്ള വെളുത്തുള്ളിയാണ്. ഇത് ഒറ്റയുള്ളി, ഇതിൽ അല്ലിയില്ല. ഇത് ഔഷധ ഗുണമുണ്ട്. ഇത് 250 രൂപയാണ്, 350 രൂപയാണ് ഇതിന്റെ കിലോ വില വരുന്നത്. അപ്പൊ അതിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് 250 രൂപയാണ്. ഇത് ഒറ്റയുള്ളി അല്ല, ഇതിൽ അല്ലി ഉണ്ടാവും. ഇതിന് 250 രൂപയും ഇതിന് 350 രൂപയും. ഇതിന്റെ സാധാരണ ചെറിയ അല്ലികൾക്ക് 200 രൂപയാണ് വില. അതാണ് ഇതിന്റെ വ്യത്യാസം. എല്ലാത്തിനും ഈ കാന്തല്ലൂർ വെളുത്തുള്ളിയുടെ ഒരു ഗുണമേന്മയുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. പക്ഷെ ഇത് ഒറ്റയുള്ളിയാണ്, ഇതിന് അല്ലിയില്ല, ഔഷധ ഗുണമുണ്ട്. ഇത് വളരെ പ്രത്യേകതയുള്ളതാണ്. നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് ഇതേക്കുറിച്ച്. കാന്തല്ലൂർ ഒറ്റയുള്ളി വെളുത്തുള്ളിയാണ്. കാന്തല്ലൂരിൻ്റെ പ്രത്യേകതകളാണ്. കാന്തല്ലൂരിൻ്റെ രുചികരമായ പാഷൻ ഫ്രൂട്ട്, നല്ല ഏറെ മധുരമുള്ളൊരു പാഷൻ ഫ്രൂട്ടാണിത്. ഇതിന് 150 രൂപയാണ് കടകളിൽ. 150 രൂപയാണ് കടകളിൽ, ഈ വഴിയോര കടകൾ. ഇവിടുന്ന് തന്നെ നേരിട്ട് ഫാം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ബീൻസൊക്കെ തന്നിട്ട് ബീൻസിൻ്റെ ഫാം, ബീൻസ് കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് അമിതമായ വിഷപ്രയോഗമോ വളപ്രയോഗമോ ഒന്നും ചെയ്യാതെ അത് 50 രൂപയാണ് ഇതിൻ്റെ കിലോ വില, ബീൻസിൻ്റെ കിലോ വില. ഇത് ഇവിടുത്തെ തന്നെ കാന്തല്ലൂരിലെ ബീട്രൂട്ടാണ്. ആ ഒരു നമുക്കിവിടുന്ന് നേരിട്ട് കിട്ടുന്ന ഒരു ഗാർഡൻ ഫ്രഷ്, ഫാം ഫ്രഷ് എന്നുള്ള ഫീൽ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള നല്ല ബീട്രൂട്ട് ഞങ്ങളിത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെയും കിലോ 50 രൂപയാണ് ഇതിൻ്റെ വില. പിന്നെ ഇതാണ് നൂൽക്കോൽ. ഇത് വളരെ കൗതുകം തോന്നി. ഇത് നമുക്കൊന്നും അങ്ങനെ നമ്മുടെ കോട്ടയം പൂഞ്ഞാർ മേഖലകളിലൊന്നും ലഭ്യമല്ല. അങ്ങോട്ടേക്ക് അങ്ങനെ അധികം ഉപയോഗിച്ച് കണ്ടിട്ടില്ല. സാമ്പാറിലൊക്കെ ഇടാനും തോരൻ വയ്ക്കാനും നൂൽക്കോൽ എന്നാണ് ഇവിടെ പേര്. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നറിയില്ല. ഇതിൻ്റെയും വില 50 രൂപയാണ് കിലോയുടെ വില. അപ്പോൾ അങ്ങനെ വളരെ ആകർഷകമായൊരു കുഞ്ഞ് വഴിയോര കൃഷിയോര മാർക്കറ്റ്. ഇത് വളരെ ചെറിയൊരു സ്ട്രോബെറി ഫാമിൽ നമ്മളെ ചേച്ചി തന്നെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ചേച്ചിയുടെ സ്ട്രോബെറി ഫാമാണ്, അവരുടേതാണിത്.
6 മാസമായി ഇത് കൃഷി ചെയ്തിട്ട്. മഴയുടെ പ്രശ്നമുള്ളതുകൊണ്ട്, കാലാവസ്ഥ മാറ്റമുള്ളതുകൊണ്ട് പഴങ്ങൾ കുറവായിരുന്നു ഇത്തവണ. ഇനി കുറച്ച് ചെടികളെ അവശേഷിക്കുന്നുള്ളൂ. ഇത് കിലോ 600 രൂപയാണ് സ്ട്രോബെറിയുടെ വില. 100 ഗ്രാമിന് 60 രൂപയാണ്. ഇത് വളരെ ചെറിയ ചില നേരിൽ സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന ചെറിയ ഫാമുകളുടെ രൂപങ്ങളാണ് ഇവിടെ കാന്തല്ലൂർ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇത് കടുക് ചെടിയുടെ ശിഖരങ്ങളാണ്. ഇത് വിളവെടുപ്പ് ഇങ്ങനെ തന്നെയാണ്, ഒടിച്ചെടുക്കും അല്ലേ? ഒടിച്ചിട്ട് ഇത് കുടഞ്ഞ് ചേട്ടാ ഇത് കണ്ടോ, ഞാൻ കാണിച്ചത്. ഇതേ പക്ഷെ ഇവിടുത്തെ കടുക് ചെറുതായിരിക്കും. ഓ, ഇത് കാന്തല്ലൂരിന്റെ പ്രത്യേക ഇനമാണല്ലേ? അപ്പൊ ഇത് ചെടി ഇത്രയും നഷ്ടപ്പെടും ഇത് ഒടിച്ച് കടുകിന്റെ വിളവെടുക്കില്ല. ഇത് ഒറ്റ ഇതിൽ തന്നെ തീരുള്ളൂ. ഇത് ഇപ്പൊ വിളഞ്ഞു, ഈ വിളവെടുപ്പായി. ഇനി നമ്മളിത് എടുത്തിട്ട് ഇങ്ങനെ കയ്യിലൊന്ന് തിരുമ്പി എടുത്താലും എടുക്കാം, അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ കാല് കൊണ്ട് ചവിട്ടും. അപ്പൊ പിന്നെ ആ ചെടി അതോടുകൂടി പോവാണ്. ഒരു കൃഷിയോടുകൂടി ആ ചെടി പോവാണ്, മറ്റേ കൃഷിയോട്. ഇത് എത്ര നാളാണ് ഇതിന്റെ കൃഷി വരുന്നത്? ഇത് 3 മാസമേ ഉള്ളൂ സാറേ. 3 മാസമേ ഉള്ളൂ. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയുടെ പ്രശ്നം ഈ കൃഷിയൊക്കെ ബാധിക്കുന്നുണ്ടോ? ഈ വേനൽ മുമ്പോട്ട് നിൽക്കുന്നതും ഇപ്പൊ സ്ട്രോബെറിക്ക് തന്നെ വെള്ളമില്ല. ഇത്തവണത്തെ വിളവ് മോശമായി പോയി. അല്ല എങ്കിൽ ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ കൊള്ളൊക്കെ ഏപ്രിൽ മെയ് 2 മാസം കഴിഞ്ഞ് പിന്നെ 2-3 മാസം ഉണ്ടായിരുന്നു. ഇപ്പൊ ഏപ്രിൽ മെയ് കസ്റ്റഡിന് കൊടുക്കാൻ സാധനമില്ല, നഷ്ടപ്പെട്ടു പോയി. മഴയില്ലാത്തത് കൊണ്ടാ. പക്ഷേ സ്പ്രിംഗ്ലർ ഇടണം, ഇട്ട് വെള്ളം നനച്ചോണ്ടേയിരിക്കണം. വെള്ളമുണ്ട്, നനയ്ക്കാനുണ്ട്, സംവിധാനം ഉണ്ടാകണം. മഴയില്ല. മഴ പെയ്യുന്നതിനും നനയ്ക്കുന്നതിനും വെള്ളത്തിനും വ്യത്യാസമുണ്ടല്ലോ. സ്ട്രോബെറി വിളവെടുത്തോണ്ടിരിക്കുകയാണ്. ഉള്ളതിൽ നിന്നൊരു പങ്ക് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ ചേട്ടൻ്റെ മോള് അവരുടെ ഫാമിൽ നേരിട്ട് പോയി നമുക്കുള്ള സ്ട്രോബെറി പറിക്കുകയാണ്. കുറച്ച് സ്ട്രോബെറി എങ്കിലും ടേസ്റ്റ് ചെയ്യാൻ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഉള്ളി ഇങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി തൂക്കിയിട്ടിരിക്കുന്നത് വളരെ അലങ്കാരമായിട്ടാണ്. വളരെ രസമാണത് കാണാനായിട്ട്. തോരണം തൂക്കിയിട്ടിരിക്കുന്ന മാതിരി. മാത്രമല്ല ഇങ്ങനെ ഈ ഒരു പ്രോസസ്ഡ് രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ 1 വർഷം വരെ ഇത് യാതൊരു കേടും കൂടാതെ ഇരിക്കും. ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അപ്പോൾ ഭാഗ്യം, നമുക്ക് 600 ഗ്രാം സ്ട്രോബെറി കിട്ടി. നമ്മളത് കിട്ടുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. എന്തായാലും 600 ഗ്രാം സ്ട്രോബെറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വെളുത്തുള്ളി വിളവെടുക്കാൻ പോണതേ ഉള്ളൂ. നിങ്ങൾ കൃഷിക്കാരുമാണ്, അതേസമയം കൃഷി നമ്മുടെ സ്വന്തം കൃഷി തന്നെയാണ്. നേരിട്ട് കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്യാം. നമ്മളെ കടയ്ക്ക് കൊണ്ടുവരിക. നമ്മൾ വേറെ കച്ചവടക്കാരനൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ 1 കിലോയ്ക്ക് 100 രൂപ എന്ന് വെച്ചു നമ്മളടുത്തുനിന്ന് വാങ്ങിക്കുന്നത്, അവൻ 200 രൂപയ്ക്ക് വിൽക്കും. അപ്പോൾ നമ്മൾ അതേ സാധനം 150 രൂപയ്ക്ക് വിൽക്കുവാണെങ്കിൽ നമുക്ക് 50 രൂപ ചേർത്ത് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ വാങ്ങിക്കുന്നവർക്ക് 50 രൂപ കുറവും കിട്ടും. നമ്മുടെ മുതൽ നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് 50 രൂപ ചേർത്തും കിട്ടും. ഇടനിലക്കാരെ ഒഴിവാക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൃഷിയോടൊപ്പം നമ്മുടെ ഒരു സ്വന്തമായിട്ടുള്ള ഇത്തരത്തിൽ പലരും ചെയ്യുന്നുണ്ടോ ഈ രീതിയിൽ തന്നെ? പിന്നെ എന്തെങ്കിലും സപ്പോർട്ട് ഗവൺമെന്റിന്റെയോ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെയോ തരുന്നുണ്ടോ ഇങ്ങനെയൊക്കെ കടകൾ തുടങ്ങാനൊന്നും? കൊടുക്കാറുണ്ടെന്ന് പറയുന്നു, അതിന് പോയിട്ടില്ല. ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, നമുക്ക് പോയിട്ടില്ല. ശിവകുമാർ ശിവകുമാർ എന്നുള്ള കർഷകനും അദ്ദേഹത്തിൻ്റെ ഭാര്യ പേരെങ്ങനെയാ? ഗീത. അപ്പോൾ വളരെ മനോഹരമായൊരു മാതൃകയാണ്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമുക്ക് പ്രായോഗികമാക്കാൻ കഴിയേണ്ട ഒരു മാതൃകയാണ്. കൃഷിയിടത്തിൽ നിന്നും കർഷകൻ തന്നെ അധ്വാനിച്ച് ചെയ്യുന്ന വിളവുകൾക്ക് ന്യായമായ വില ഇടനിലക്കാരുടെ ചൂഷണം കൂടാതെ കിട്ടാനും അത് ഉപഭോക്താക്കൾക്ക് മിതമായ വിലയിൽ ന്യായമായ വിലയിൽ ലഭ്യമാകാനും വേണ്ടിയിട്ട് ഉള്ള വഴിയോര മാർക്കറ്റാണ്. അത് കൃഷിയിടത്തോട് ചേർന്നാണ്. നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ഇതൊക്കെ വാങ്ങാമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസ്യത. എൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ അതാണ്, ബ്രാൻഡിങ് ഇതാണ്. വളരെ സന്തോഷം തോന്നുന്ന ഒരു പരിസരത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. വെളുത്തുള്ളിയിലെ ഒറ്റയുള്ളി എന്ന് പറയുന്നത്, ഒറ്റയുള്ളി പ്രത്യേക ഇനം കൃഷി ചെയ്യുന്നതാണോ? കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതാണോ ഈ ഒറ്റയുള്ളി? ഇത് തിരഞ്ഞെടുക്കുന്നതാണ് സാറേ. ഇപ്പൊ അത് സാർ കണ്ടായിരുന്നോ ഒറ്റയുള്ളി? അത് സാറേ ഇപ്പൊ നമ്മൾ ഇത് എടുക്കുന്നില്ലേ, ഇപ്പൊ ഇത് ഒരു 500 കിലോ ഇതുപോലെ വെള്ളിതും മീഡിയം ആയിട്ടുള്ളത് കിട്ടുവാണെങ്കിൽ ഇത് ഒരു 10 കിലോ അല്ലെങ്കിൽ ഒരു 20 കിലോ കിട്ടും. എത്ര കിലോയിൽ നിന്നാ 20 കിലോ കിട്ടുന്നത്? 200 കിലോയിൽ നിന്ന് ഒരു 10 കിലോ കൂടിപ്പോയാൽ 15 കിലോ. അത് നിങ്ങൾ തിരഞ്ഞെടുക്കണം.
വേർതിരിക്കണം. ഇപ്പൊ ഇതാ അതായത് മുറിച്ചിട്ടിട്ടില്ലേ, അതിലിപ്പോ വേർതിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കിട്ടും. അങ്ങനെ വേർതിരിച്ചിട്ടാണ് ഈ ഒറ്റവള്ളി എടുക്കുന്നത്. ഞാൻ പൊളിക്കുന്നത് തമിഴ്നാട്ടുകാരാണ് കൂടുതൽ വന്ന് വാങ്ങിക്കുന്നത്. ഈ ഒറ്റവള്ളി വേണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഞാനിതിപ്പോ സാറിന്റെ കയ്യിൽ തരാം. സാർ ഇത് ഒറ്റയാണോ ഇരട്ടയാണോ എന്നുള്ളത് നോക്കിയാൽ അറിയാം. ഓ, ഇതാണ് ഒറ്റയുള്ളി. ഇനി അത് കണ്ടിക്കണമെങ്കിൽ കത്തി കൊണ്ട് കണ്ടിച്ചിട്ട് അല്ലിയില്ല. ഇതിപ്പോ കാണുമ്പോ ചെറുതായിരിക്കും, പക്ഷെ ഒറ്റയള്ളി ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചോണ്ട് പോകുന്നതിനുള്ള ആൾക്കാരുണ്ട്, വാങ്ങിച്ചോണ്ട് പോവുകയും ചെയ്യും. ഈ ലൈന് ഇത് മൊത്തം ഉണ്ടായിരുന്നു. അത്രയും വിളവുണ്ടായിരുന്നു. കഴിഞ്ഞുള്ള 1.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വിലയ്ക്ക് വാങ്ങിച്ച് കടയിൽ ഇത് കെട്ടി തൂക്കി വെച്ചാ. അതുകൂടാതെ എൻ്റെ സ്വന്തം സാധനം 3 കിണ്ടലുണ്ടായിരുന്നു. എല്ലാം ഈ വിറ്റ് തീർന്നു പോവുകയും ചെയ്തു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് തൂക്കം പോകുന്നുള്ള അല്ലാതെ കേടുവരില്ല. ചീഞ്ഞു പോയി ഒരുമിച്ച് കാട്ടിക്കളഞ്ഞു എന്നുള്ളത് പറ്റില്ല. പക്ഷെ 1 വർഷം അയാൾ നമ്മൾ ഇങ്ങനെ ഇതിപ്പോ ഒന്നും കൂടി വെയിലത്ത് വെച്ച് ഉണക്കണം. ഇത് കൊല്ലത്തെ കൃഷിയല്ലേ? ഇത് ഇപ്പൊ എടുത്ത് വെച്ചിരിക്കണതല്ലോ. ഇത് ഇനി ഇത് ഇപ്പൊ ലൂസായില്ലേ, ഇത് ഉണങ്ങി. ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇത് ടൈറ്റ് ആക്കും. നല്ല ഉണക്കിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് സാറിനടുത്ത് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ പിടിക്കും. ഒന്ന് ഇതിങ്ങനെ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇങ്ങനെയൊക്കെ എല്ലാ വീടുകളിലും കയറ്റി വെക്കും സാറേ. ഇത് അടുത്ത് വിത്തിന് വേണമെന്ന് വെച്ചാൽ ഇത് ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യമേ നമുക്ക് നടാൻ പറ്റുള്ളൂ. അപ്പോൾ അന്നേരം നമ്മൾ ഇതുപോലെ വീട്ടിൽ ഇങ്ങനെ കയറ്റി വെക്കും. ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടാണ്, വിറക് കൊണ്ട് കത്തിച്ചിട്ടാണല്ലോ നമ്മൾ പാചകം ഉണ്ടാക്കണേ. അപ്പോൾ ഈ പുക കയറി ഇതിൽ പിടിക്കും. പുക കയറി കഴിഞ്ഞാൽ അടുത്ത് വിത്തിനാക്കാമെന്നുള്ളത് മാത്രം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം പോലും കേടുവരില്ല. അടുത്ത സീസണിൽ ഇപ്പം ഇനി അടുത്ത് വെളുത്തുള്ളി ഇടാൻ പോകണം. ഇത് എടുത്ത് അത് വിറ്റതിന് ശേഷം 2ാമത്തെ സീസണിൽ നടുമ്പോഴാണ് ഇത് നമ്മൾ ഇനി ശബരിമലയ്ക്ക് പോകുന്നില്ല മകരത്തിന്, ആ സമയത്ത് ഇത് നടാൻ പറ്റുള്ളൂ. നമ്മൾ 5 കിലോ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു 2 കിലോ കാണും. തൂക്കം പോകും. തൂക്കം പോയാലും വിത്ത് പോകത്തില്ല. അപ്പം നമുക്ക് നടാൻ ഇതെടുത്ത് നടും. അപ്പം കാശ് കൊടുക്കണ്ട. അപ്പം നമുക്ക് വലിയത് വേണോ ചെറുത് വേണോ, നമ്മൾ ഏതാണ് വിത്തിന് വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ മാറ്റി. നമുക്ക് മറ്റൊരു AB പോസിറ്റീവ് സ്റ്റോറിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.